പ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മേനെ കാണുമ്പോഴെങ്കിലും ഇയാളൊന്ന് കരയട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുത്ത് ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലുന്നതിന്റെ തൊട്ട് മുന്നേ ഭഗത് സിംഗിന് അമ്മ കാണാൻ വരുന്ന ഒരു രംഗമുണ്ട്. ഭഗത് സിംഗിനെ ജയിലിന്റെ അഴിയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഭഗത് സിംഗിന്റെ അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഭഗത് സിംഗിന്റെ അടുത്തേക്ക് വരുമ്പം ഭഗത് സിംഗ് അമ്മേനോട് പറയുന്നത്, എനിക്ക് എന്റെ അമ്മേനെ കണ്ട് മരിക്കണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷെ സ്വന്തം മകൻ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ പോകുമ്പോൾ കരയുന്ന അമ്മേനെ എനിക്ക് കാണണമെന്നില്ല, അമ്മേനെ കാണുമ്പോൾ എനിക്ക് പുച്ഛാണ് തോന്നുന്നത് എന്നാണ് ഭഗത് സിംഗ് പറഞ്ഞത്. അതും പറഞ്ഞ് ഭഗത് സിംഗ് ഇങ്ങനെ തിരിഞ്ഞു നടക്കുമ്പോൾ ഭഗത് സിംഗിന്റെ അമ്മ മോനെ ഭഗത് എന്ന് വിളിച്ചിട്ട് ഭഗത് സിംഗിനോട് പറയുന്നത്, ഞാൻ എന്റെ മകൻ മരിക്കാൻ പോകുന്ന സങ്കടം കൊണ്ടല്ല കരയുന്നത്, നിന്നെ പോലെയുള്ള ഒരൊറ്റ മകനെ മാത്രമേ എനിക്ക് പ്രസവിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ള സങ്കടം കൊണ്ടാണ് ഞാൻ കരയുന്നതെന്നാണ് ഭഗത് സിംഗിന്റെ അമ്മ പറഞ്ഞത്. അപ്പോ ഇതുപോലെ ധീരത കാണിച്ച അമ്മമാരും മക്കളൊക്കെ ജീവിച്ച് മരിച്ചൊരു മണ്ണിലാണ് നമ്മളും പിറന്നു വീണത്. ധീരത കാണിച്ച ഒരുപാട് ആൾക്കാർ നമ്മുടെ മുന്നിലുണ്ട്. ഇത്രയും ധീരത കാണിച്ച ആളുകൾ ജീവിച്ച് മരിച്ചൊരു മണ്ണിൽ പിറന്നു വീഴുക എന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യാണ്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ജീവിച്ചിട്ട് നമ്മള് മുടി കഷണ്ടി ആയതിന്, മുഖക്കുരു വന്നതിന്, തടിച്ചു പോയതിന്, കാല് മുറിച്ചു കളഞ്ഞതിനൊക്കെ സങ്കടപ്പെടുകയും കരയുകയൊക്കെ ചെയ്യാന്ന് വെച്ചാല് നമ്മുടെയൊക്കെ നിലവാരം എത്രയോ താണുപോയി എന്നാണ് അർത്ഥം. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മുടെ മുന്നിൽ ധീരത കാണിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ നമ്മളും ധീരന്മാരായിട്ട് ജീവിക്കുക. എല്ലാവർക്കും അതിന് സാധിക്കും. ജീവിതത്തിൽ ശക്തമായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അതിനുവേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നാല് നിങ്ങൾക്കും എല്ലാവർക്കും ഈ ഭൂമിയിൽ പിറന്നു വീണ എല്ലാവർക്കും വിജയത്തിൽ എത്താൻ വേണ്ടി സാധിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം കൂടി പറയട്ടെ. ഞാൻ ഫുട്ബോൾ മേഖലയിൽ ഉള്ളത് കൊണ്ട്, ഫുട്ബോളിനെ അത്ര ഇഷ്ടപ്പെടുന്നത് കൊണ്ടും എന്റെ മുന്നിലിരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും രക്ഷിതാക്കളായതുകൊണ്ടും പറയാണ്, ഞാനിപ്പോ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ഇത് പറയാറുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ വേൾഡ് കപ്പ് നടന്ന സമയത്ത് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ വേൾഡ് കപ്പിൽ ഒരുപാട് മുന്നോട്ട് വന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും ചോദിച്ച ചോദ്യം, ഇത്രയും കോടി ജനങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കാത്തത് എന്നുള്ള ചോദ്യം നമ്മുടെ ഭൂരിഭാഗം ആൾക്കാരും ചോദിച്ചതാണ്. ആ സമയത്ത് നമ്മുടെ നാട്ടുകാരും ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞ ഉത്തരം ഇന്ത്യക്കാർക്ക് സ്റ്റാമിന ഇല്ല എന്നാണ്. പക്ഷെ ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ നാട്ടുകാരൻ പാലക്കാട്ടുകാരനായ ആ യുവാവ് ആ മലയുടെ ഇടയ്ക്ക് 2-3 ദിവസം ജീവിച്ചിരുന്നത് അയാൾക്ക് സ്റ്റാമിന ഉള്ളത് കൊണ്ടാണ്. അതുപോലെ സ്റ്റാമിനുള്ള പല കാര്യങ്ങളിലും ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് ഇന്ത്യക്കാര്. ഇന്ത്യയുടെ ഫോഴ്സ് തന്നെ ഒരുപാട് മുന്നിലാണ് മറ്റു രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ. എന്നിട്ടും ഇന്ത്യ ഫുട്ബോളില് പിറകിലോട്ട് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടില് ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ല ട്രെയിനിങ് കിട്ടാത്തത് കൊണ്ടാണ് നമ്മുടെ കായിക മേഖല ഇങ്ങനെ പിറകോട്ട് പോകുന്നത്. ഇപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ PT-ന്റെ പിരീഡ് കണക്കിന്റെ മാഷ് കയറി വരുന്ന സമ്പ്രദായമാണ് ഇത്രയും കാലം നിലനിന്നിരുന്നത്. ഇപ്പോഴും അതങ്ങനെ തന്നെയാണ്. നമ്മുടെ ഭൂരിഭാഗം രക്ഷിതാക്കളും അതിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. കണക്കിന്റെ മാഷ് കയറി വന്നാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രക്ഷിതാക്കളാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും. അപ്പോ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക്, പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പുസ്തകം നിഷേധിക്കുന്നത് എത്രത്തോളം വലിയ തെറ്റാണോ അത്രത്തോളം വലിയ തെറ്റാണ് കളിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പന്തും മൈതാനമൊക്കെ നിഷേധിക്കുന്നത്. നിങ്ങളെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുക. കളിക്കാൻ ആഗ്രഹിക്കുന്നവരെ കളിക്കാനും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ പഠിക്കാനും വിടുക. അല്ലെങ്കിൽ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നവരെ അങ്ങനെ വിടുക. അതിനുള്ള ഒരു ധീരത എന്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കളെങ്കിലും കാണിക്കുക. അതിനുള്ള കരുത്ത് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എന്താ പറയാ, നിങ്ങൾ ഈ ഒരു പരിപാടിയും നിങ്ങളെ പ്രൊഫഷനൊക്കെ എന്താ പറയാ ഏറ്റവും പൂർണ്ണതയിൽ അതിന്റെ പരമവൈഭവത്തിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക.